നമസ്കാരം, ഭൂമികയിലേക്ക് സ്വാഗതം. രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങവയലിലാണ് ഇപ്പോൾ ഭൂമികയുള്ളത്. ഇവിടെ ഇത്രയും വിശാലമായ ഈ കണ്ടത്തിൽ ഒരു കൂട്ടം കർഷകരാണ് പച്ചക്കറി ഒരുക്കിയിരിക്കുന്നത്. ഈ പെരിങ്ങവയലിൽ ഇത്രയും വലിയ സ്ഥലത്ത് പല ആൾക്കാരും വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്നതാണെങ്കിലും ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന ഒരിതാണ് ഈ കൃഷി. വെള്ളരി എല്ലാ പച്ചക്കറി എല്ലാ ഇതും. പക്ഷെ കാലവർഷത്തിന് അനുസരിതമായിട്ടാണ് നമ്മളെ കൃഷിക്ക് വിജയം ഉണ്ടാവൽ. മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നടാൻ വേണ്ടി കഴിയുള്ളൂ. അതിനിടയിൽ നമ്മൾ ഇപ്പോൾ ഈ മിനിഞ്ഞാന്നും ഇന്നലെയും ഒരുപാട് വലിയ ഒരു അരമണിക്കൂർ നിൽക്കുന്ന മഴ പെയ്തു. അപ്പോൾ വെള്ളരിയെല്ലാം കുറേ ആളെ വെള്ളരിയെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു. ഓരോ വ്യക്തികളായിട്ടാണ് നടുന്നതെങ്കിലും എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് നടുന്നത്. ഈ ഒരു കിണറാണ് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ്. അപ്പോൾ ഒരു ടാങ്കും വെള്ളം ഇവിടെ പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ വർക്കൊന്നും നടന്നിട്ട് കാണുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിലും ഒരു സൗകര്യമാണ്. ഇപ്പോൾ ഈ ഇത്രയും കൃഷി ചെയ്യുന്നവർ ഈ ഒരു കിണറിനെ ആശ്രയിച്ച് മാത്രമാണ് പിന്നെ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് അതിൽ നഷ്ടപ്പെടുന്നു. അത് ഈ കൃഷി ചെയ്യുന്ന നമ്മളിതിൻ്റെ ഓണർ ഒരു അസൈനാർ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ യച്ചോട്ടൻ ഇവരെ കുറച്ച് ആളുണ്ട്. അപ്പോൾ അവർ നല്ല സഹകരണമാണ് നമുക്ക് തരുന്നത്. വെള്ളരിയുണ്ട്, പടവളുണ്ട്, കയ്പയുണ്ട്, പയറുണ്ട്, എല്ലാം ഉണ്ട്. പച്ചപ്പറങ്കി എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു വലിയൊരു കൂട്ടായ്മ ഇത് കുറച്ച് കാലമായിട്ട്. എല്ലാ വർഷവും ഇങ്ങനെ നട്ടലും വൈകുന്നേരങ്ങളിൽ ഇവിടെ എല്ലാം ഇരുന്ന് നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് എല്ലാവർക്കും. പിന്നെ പച്ചക്കറി നടും നല്ല നന്നായിട്ട്. പക്ഷേ ഇതിനൊക്കെ വില കുറവാണ് കിട്ടുന്നത്. അതേറ്റവും വലിയൊരു നഷ്ടമാണ്. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ആർക്കും അത് ഒരു നല്ല രീതിയിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷേ പിന്നെന്താ, ഒരു വൈകുന്നേരങ്ങളിലാവുമ്പോൾ എല്ലാവർക്കും ഒരു ഇതല്ലേ, അങ്ങനെ വന്ന് നടും. ആ സന്തോഷം എന്ന് പറഞ്ഞത് നമുക്ക് പറഞ്ഞാൽ കിട്ടില്ല. ഇവരിങ്ങനെ അടിയുടെ ഇരുന്നവിടെ ഒന്നും ആവില്ല. അധ്വാനിച്ചാൽ കുറച്ച് വെള്ളമെടുത്ത് ഒഴിച്ച് വേർത്ത് നല്ലാകുമ്പോൾ ഭയങ്കര സഹകരണമാണ്. എല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ. അതിന് നമുക്ക് പഞ്ചായത്തിൽ നല്ല കൃഷിഭവനിൽ നല്ല സജ്ജീകരണം ഉണ്ട്. നമുക്ക് ഒപ്പം തന്നെ ഉണ്ട് നമ്മളപ്പുറം. എല്ലാ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. വിത്തുകളും പിന്നെ വളങ്ങളെന്നെല്ലാം നമ്മൾ വാങ്ങിക്കും. ഇന്നത്തെ കാലത്ത് വില വളരെ കൂടുതലാണല്ലോ വളങ്ങൾക്കൊക്കെ.
എന്നാലും അത് ചെയ്യാതിരിക്കാൻ നമുക്ക് ആർക്കും ബാക്കോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഇതിൽ കൃഷിഭവൻ എന്ന് വെച്ചാൽ അവരുടെ വിത്തുകൾ തരുന്നുണ്ട്, അതുപോലെ നമുക്ക് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 വർഷത്തേതാണ് കിട്ടിയത്, ഒരു 8,000 രൂപ കിട്ടിയിരുന്നു. അതിന് മുന്നത്തെ വർഷം ഒരു 5,000 രൂപ കിട്ടിയിരുന്നു. പിന്നെ മറ്റേ അതിന് ശേഷം വരുന്നത് നമുക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും വന്ന് അന്വേഷിച്ച് 2-3 തവണയായിട്ട് അന്വേഷിക്കാൻ വരും. എന്തുണ്ടെന്ന് കൃഷി ഓഫീസറും അവരെല്ലാമായിട്ട് വരും. പക്ഷേ ഇപ്രാവശ്യം കൃഷി ഓഫീസർ വന്നിട്ടില്ല. മതി ഇത് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. ഇത് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു തമാശയൊക്കെ പറഞ്ഞ് അതൊക്കെ ഇടക്കിടക്ക് ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പൈസ എല്ലാം വിതരണം ചെയ്ത് നമ്മുടെ ഈ പച്ചക്കറി കൂട്ടായ്മയിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, തമാശയെല്ലാം പറഞ്ഞ് വെള്ളമൊഴിച്ച് ആവാൻ വേണ്ടി. പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും വയ്യായികയോ അസുഖമെല്ലാം വന്നാൽ എല്ലാവരും കൂടെ അവരെ കൃഷി എല്ലാം ഹെൽപ്പ് ചെയ്യും. വെള്ളയ്ക്ക് എല്ലാം അവർക്ക് വേണ്ടുന്ന അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മ വിലയൊന്നും കണക്കാക്കിയിട്ടല്ല, നമ്മളെ ഒരു നട്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ആ പൂ വിരിഞ്ഞ് കായെല്ലാം ആകുമ്പോൾ ഉള്ളൊരു സന്തോഷം, മാനസികമായിട്ടൊരു സന്തോഷം. ഈ കണ്ടത്തിന്റെ ഉടമ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമുക്ക് വെള്ളരി നടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ കിണർ വരെ കുഴിച്ച് കിണർ കെട്ടിന് കുഴിച്ചിന് ഇതിന്റെ മുമ്പ് ഉണ്ടായി കഴക്കിപ്പാപ്പാട്ടൻ്റെ കണ്ടുണ്ടായിന്, അന്നേരം കിണർ കുഴിച്ചിന്. പക്ഷെ ഇപ്പം അയാൾ എടുത്തതിന് ശേഷം നമുക്ക് കെട്ടിത്തന്നു, വെള്ളമാക്കി തന്നു. പിന്നെ നടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ചിലവർ കണ്ടത്തിൽ ഒരു കൊല്ലം നട്ടാൽ പിന്നെ നടാൻ വിടൂല. പക്ഷെ അത് നമുക്ക് നടാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ്. നടുന്നതിനൊന്നുമില്ല, അവർ നല്ല സപ്പോർട്ടാണ്. വേറെ ഒന്നും ഇപ്പം ഇത് പച്ചക്കറി ഒരു ഭാഗത്താ പയർ ഉയർന്നു വിട്ടിട്ട് ഞാൻ അത് കഴിയുമ്പോൾ ആദ്യം കൃഷി ചെയ്യാനായി. ഞങ്ങൾക്ക് ഈ വയൽ 3 വിളയാണ്. വിരിപ്പ് കഴിഞ്ഞു, പുഞ്ച കഴിഞ്ഞു, പച്ചക്കറി നട്ടു. ഇപ്പം 3 കഴിഞ്ഞ് ഇപ്പം 4ാമത്താണ് വിഷുവിൻ്റെ വെള്ളരി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ നട്ടിട്ടുള്ളത്. അതിനിപ്പം അധികം പ്രാണിയുടെ ശല്യമാണ്. അത് കൊണ്ട് മഴയും ഇപ്പം കൂടുതൽ. മഴക്ക് അത് എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടി. ആയിക്കങ്ങ് നല്ല വിളവ് കിട്ടട്ടെയായിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടാണ് അത് നട്ടിട്ടുള്ളത്.
25 വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല. ഇവരുടെ ഈ കൂട്ടായ്മ തന്നെയാണ് ഇവരെ ഇത്രയും മുന്നോട്ട് പോകാൻ സഹായിച്ചത്. എന്തായാലും അടുത്ത ലക്കം ഭൂമികയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.